ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെഫി സോബി. ഞാൻ വെള്ളയാങ്കുടി, ഇടുക്കി ജില്ലയിൽ വെള്ളയാങ്കുടി എന്ന സ്ഥലത്ത് സെൻറ്റ് ജെറോംസ് ഇടവക അംഗമാണ്. ഞാൻ 2021 ഡിസംബർ 4-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഈ കൃപാസനത്തെ പറ്റി പലരും പറയുന്ന പോലെ തന്നെ ഞാനും ട്രോളുകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടേക്കുന്നത്. 2016-17 സമയത്ത് കൃപാസനത്തെ പറ്റി ഞാൻ അറിയാനിടയായതാണ്. പക്ഷേ അന്ന് എന്നോട് പരിചയപ്പെടുത്തിയ വ്യക്തി 1 വർഷത്തെ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അന്ന് ഞാൻ ഉപേക്ഷിച്ചതാണ്. പിന്നീട് 2021-ലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വരുന്നത്. അന്നും എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരമാണ്, എൻ്റെ സ്വന്തം താല്പര്യത്തോടു കൂടിയല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും ഉടമ്പടിയൊന്നും അത്ര പെർഫെക്റ്റായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തുടക്കത്തിൽ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ആണെങ്കിലും ഒരുപാടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. പിന്നീട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിനോടനുബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഉടമ്പടിയുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. 2023-ലാണ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ 3-ാമത്തെ മാസത്തെ പരിശോധനയിൽ എനിക്ക് റിസ്ക് ഫാക്ടറുള്ള ഒരു അമ്മയായിട്ട് അവർ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതി തന്നു. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യത ഉള്ള ഒരു കുഞ്ഞായിട്ടാണ് അവർ അവരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി തന്നത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് 800-ൽ ഒരാളെന്നുള്ള രീതിയിലാണ് അന്ന് അവർ പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു 5-ാമത്തെ മാസത്തെ സ്കാനിങ്ങിലാണ് നമുക്ക് കൂടുതൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അങ്ങനെ 5-ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ എനിക്ക് ആ 800-ൽ 1 എന്നുള്ളത് 250-ൽ 1 എന്നുള്ള ഒരു സാധ്യതയിലോട്ടായി മാറി. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായ ഞങ്ങളുടെ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഡോക്ടർമാരെന്തു പറഞ്ഞാലും നമുക്കൊരു അവർ അബോർഷനൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു. എന്നാലും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അബോർഷൻ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. എന്ത് കുഴപ്പമുള്ള കുഞ്ഞാണേലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് അബോർഷനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ 5-ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ ഹൈ റിസ്ക് എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഞാൻ എത്തി. അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വരികയാണ്. അപ്പോൾ 1 മാസത്തോളം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 1 വെച്ച് അല്ലെങ്കിൽ 2 വെച്ച് നമ്മൾ വരണമായിരുന്നു ഇടുക്കിയിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഓരോ തവണ വരുമ്പോഴും മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത ഒരു പരിശോധനയുണ്ട്, അതും കൂടെ ചെയ്താലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കോടതിയുടെ ഒരു പുതിയതല്ല, കുറച്ച് നാളായിട്ടുള്ളൊരു വിധി എന്ന് പറയുന്നത് 24 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ പേരൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ഈ ഒരു പരിശോധനയ്ക്ക് പറഞ്ഞത്. അങ്ങനെ 22-ാമത്തെ ആഴ്ചയിലാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള പരിശോധന നടത്തുന്നത്. അതിലും റിസ്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിന് ചിലപ്പം എന്തെങ്കിലും അണുബാധ ഉണ്ടാകാം, അമ്മയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാകാം, എല്ലാം പറഞ്ഞ് നമ്മളെക്കൊണ്ട് സൈൻ ഇടിപ്പിച്ചിട്ടാണ് അവർ ഈ ഒരു പരിശോധനയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെയുള്ള പരിശോധനയ്ക്ക് പോകുമ്പോഴും എൻ്റെ വയറിലും നെറ്റിയിലും ഉടമ്പടി തൈലം പൂശുകയും അതുപോലെ വിശുദ്ധ ഉപ്പിട്ട വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള പരിശോധനയിൽ അവർ 10 ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് പറഞ്ഞത്. അപ്പോഴേക്കും ഈ അവർ പറഞ്ഞതനുസരിച്ച് ഈ 24 വീക്സ് എന്നുള്ള സമയം കടന്നു പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരത് ആ റിസൾട്ട് നേരത്തെ ആക്കി തന്നു. 5 ദിവസം കൊണ്ട് ആ റിസൾട്ട് വരുന്നു. അപ്പോൾ ആ റിസൾട്ടിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞ് മുന്നോട്ടും അവർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. നമ്മുടെ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ട് അവർ റെഫർ ചെയ്തു. അങ്ങനെ അവിടെ കാണാൻ പോകാൻ തുടങ്ങി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കറിയാം, അവിടെ ചെന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഴ്ച കാണുന്ന ഡോക്ടർ നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പറ്റത്തില്ല.
അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെയും 1 മാസം പോയി. അപ്പം ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ ഡോക്ടർമാരെ കാണുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നേന്ന് പറയുന്നു, അവരവരുടേതായ ഡിസിഷൻ പറയുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് സ്ഥിരമായിട്ടൊരു ആശുപത്രി പോകണം, സമാധാനപരമായിട്ട് ഡോക്ടറെ കണ്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഈ റിസ്ക് ഫാക്ടറും വെച്ച് ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രി വേണം കാണിക്കാൻ. പക്ഷെ ഞങ്ങൾ പോയത് കാര്യമായ ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത ഒരു സാധാരണ ആശുപത്രിയിൽ ഞങ്ങൾ 7-ാം മാസം തൊട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഡോക്ടർ നമുക്ക് ഭയങ്കര നമ്മൾ പരിശോധനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മനസ്സിന് സമാധാനം തരുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ച് ഇവിടെ തന്നെ പോകാം, എന്നാ ഫെസിലിറ്റി ഇല്ലെങ്കിലും ഇവിടെ തന്നെ പോകാം, മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടറും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സ്റ്റെഫി, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇവിടെ ഇന്ന കുറവുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വേണേൽ മാറാം, പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ തന്നെ ഉള്ളൂ, എന്നാ കുറവുകളുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായ ഞങ്ങളുടെ കുഞ്ഞാ, അവിടെ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇവിടെ തന്നെ എൻ്റെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവണ ഞാൻ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന നേഴ്സിൻ്റെ ഒരു കൃപാസന പത്രം കണ്ടു. അപ്പം തന്നെ ഒത്തിരി സമാധാനവും സന്തോഷമായി. അവിടെ തന്നെ ഒരു കുഴപ്പമില്ല, എന്നാ കുറവുകളുണ്ടെങ്കിലും എന്നാ ഫെസിലിറ്റി കുറവുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞ് അവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് 100% ഉറപ്പിച്ചു. അങ്ങനെ നവംബർ 4-നാണ് സിസേറിയൻ ഡേറ്റ് പറഞ്ഞിരുന്നത്. നവംബർ 4-ന് ചെല്ലുമ്പോൾ 3-ാം തീയതി നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് വേണം 4-ാം തീയതി ചെല്ലാൻ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ റേഡിയോളജിസ്റ്റ് തരുന്ന സ്കാനിങ് റിപ്പോർട്ട് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് വാല്യൂ ചെയ്യുന്നത്. അപ്പം നല്ല ഒരു റേഡിയോളജിസ്റ്റിനെ കിട്ടുക, എനിക്ക് ആ ഒരു 7-ാം മാസം വരെ എനിക്കൊരു നല്ല റേഡിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് സെൻറ്റർ ഞങ്ങൾ എത്തുകയും നല്ലൊരു ഡോക്ടറെ നമ്മളെ ഒരുപാട് സമാധാനത്തോടെ ഇന്ന കാര്യങ്ങളാണ്, ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ വളരെ നമ്മളെ കൂളാക്കി വിടുന്ന നമുക്ക് നല്ലൊരു റേഡിയോളജിസ്റ്റിനെ കിട്ടി. അങ്ങനെ 3-ാം തീയതി നമ്മളെ റേഡിയോളജിസ്റ്റിനെ കാണാൻ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 4-ാം തീയതി സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ആശുപത്രിയിൽ പോയി. മോളുണ്ടാകുന്നത് 6-ാം തീയതിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സ്കാനിങ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഇഷ്യൂ വരും, അതുപോലെ ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ തുടക്കത്തിലുണ്ടായിരിക്കും. അപ്പോൾ NIC ഉള്ള ആശുപത്രി വേണം നമ്മൾ അഡ്മിറ്റ് ആകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ആശുപത്രി തന്നെ പോയി. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ആംബുലൻസൊക്കെ റെഡിയാക്കി വെക്കാം, എന്തെങ്കിലും എമർജൻസി വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുഞ്ഞുണ്ടായ ഉടനെ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് പറഞ്ഞു, സ്റ്റെഫി, ഒരു മോളാണ് ഉണ്ടായേക്കുന്നത്, 1,700 ഉള്ളൂ കുഞ്ഞിൻ്റെ വെയിറ്റ്, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാ. നോക്കിക്കുക, അവളുടെ കയ്യിൽ നമ്മുടെ ഡെലിവറി സമയത്ത് അവരുപയോഗിക്കുന്ന ഒരു ടൂള് അവളിങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഒരു ആരോഗ്യക്കുറവുമില്ല, മിടുക്കിയാണ്, ഇനി ഫീഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കിയാൽ മതി. അപ്പോൾ ഫീഡിങ്ങിലും അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഞ്ഞ് പാടുകൊണ്ട് പോലും ഒരു കുറവില്ലാത്തൊരു കുഞ്ഞിനെയാണ് അമ്മ മാതാവ് ഈശോയും കൂടെ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ മോളുടെ പേര് റബേക്ക മറിയം എന്നാണ്. അമ്മയുടെ പേര് കൂട്ടി തന്നെ അവൾ അറിയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റബേക്ക മറിയം എന്നാണ് ഞങ്ങളുടെ മോളുടെ പേര്. നവംബർ 6-ാം തീയതിയാണ് ഞങ്ങളുടെ മോളുണ്ടായത്. 6 എന്ന് പറയുന്ന നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ള ഒരു നമ്പറാണ്. അങ്ങനെ മാതാവിൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് തന്നെ നവംബർ 6-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടുന്നത്. 2ാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം 2025 ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഒരു നിയോഗമായിട്ട് ഞങ്ങൾക്കൊരു വീട് എന്നുള്ള കാര്യത്തെപ്പറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ ഒരു വീടെന്നല്ല ഞാൻ വെച്ചത്, മോൻ്റെ ഒരു ആദ്യ കുർബാന സമയം ആകുമ്പോഴേക്കും, അതിന് ഇനിയും ഉണ്ട് ഒരു 3 വർഷവും കൂടെ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അപ്പം ആ ഉടമ്പടി പൂർത്തിയാകാൻ 3 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്കൊരു വീടെന്നുള്ള ആഗ്രഹത്തിലോട്ട് ഞങ്ങൾ എത്തിപ്പെട്ടു. ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത്, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത് പള്ളിയോട് അത്യാവശ്യം അടുത്ത് ഉള്ള ഒരു വീട്, അതുപോലെ ആരും ഒന്നെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായി പണിയാൻ എന്തായാലും ഉടനെ സാധിക്കത്തില്ല, അപ്പം പണിത വീടാണെങ്കിലും ആരും താമസിക്കാത്ത ഒരു വീടായിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ
നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് 1 കിലോമീറ്റർ താഴെയുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്നാൽ പള്ളി കാണാൻ പറ്റും. ആരും താമസിക്കാത്ത പുതിയൊരു വീടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് കിട്ടാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ പേരൻസ് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊരു വീട് നോക്കി തുടങ്ങിക്കോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളതിനെപ്പറ്റി അവിടെ ആരുടെ അടുത്തും ഞങ്ങൾ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി, എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങൾ തട്ടി മാറ്റി വിട്ടു, ഞങ്ങൾക്കിപ്പം വേണ്ട, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, ഇതിപ്പം ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല പ്രഷറായിരുന്നു, നിങ്ങൾ വീട് നോക്കി തുടങ്ങണം, പിന്നെ വെച്ച് നടക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്രയും മുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നമുക്ക് ശരിയായിക്കോളും. അപ്പം ഹസ്ബൻഡ് ഫാദർ എപ്പോഴും പറയായിരുന്നു, മാതാവിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ, നിങ്ങൾക്കൊരു വീട് കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി സൗകര്യത്തിലും എല്ലാ രീതിയിലും ഇപ്പോഴും നമുക്കൊരു അത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. നമുക്ക് ആ വീട് കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് നമുക്ക് തുടക്കത്തിൽ എനിക്ക് പത്രം കൊടുക്കാൻ കുറച്ച് മടിയുള്ള ആളായിരുന്നു. പിന്നെ ഒരു 3ാമത്തെ ഉടമ്പടി പുതുക്കലൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പത്രം കൊടുക്കാൻ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ആരും ഇതുവരെ പത്രം വേണ്ട എന്ന് പറഞ്ഞ് വളരെ കുറച്ച് ആളുകളെ, എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും നിരസിച്ചിട്ടില്ല. പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അക്രൈസ്തവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അവിടെ ചെല്ലുമ്പം അവരെന്തേലും, ഞാൻ ഒരു 10 മണി 11 മണി ആ ഒരു സമയത്തായിരിക്കും ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിമാരും അല്ല അനിയത്തിമാരും അങ്ങനെയുള്ള സ്ത്രീകളായിരിക്കും അവിടെ കൂടുതലും ആ ഒരു സമയത്ത് കാണുന്നത്. അവരെന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ അവർ ബെല്ലടിക്കുമ്പോൾ നമ്മളാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മളെ കാണുന്നു, കൃപാസന പത്രമായിട്ട് വന്നതെന്ന് പറയുമ്പം അവർ ഓടി അകത്തു പോയി കൈയൊക്കെ കഴുകി ചെരുപ്പൊക്കെ ഊരിയിട്ട് അവർ പത്രം മേടിക്കാൻ വരുന്ന കാണുമ്പം ഞാനൊക്കെ അങ്ങ് ചെറുതായി പോകാറുടെ മുന്നിൽ ഭയങ്കര സന്തോഷം. അവരുടെ ആ ഒരു വിശ്വാസം കാണുമ്പോൾ ഞാൻ ഈ വിശ്വാസത്തിൽ വളർന്നു വന്ന ആളായിട്ട് പോലും അവർ ചെയ്യുന്ന പോലെ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ് പത്രം കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ കാശുരൂപം ചോദിക്കുന്നവരുണ്ട്, കാശുരൂപം കൊടുക്കും. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സഹായങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ സന്തോഷ അവസരങ്ങളിൽ അവരോടൊപ്പം ആക്കാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഫുഡും കാര്യങ്ങളും അവരോടൊപ്പം ഇരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോക്ക്, കുമ്പസാരം. പള്ളിയിൽ പോക്ക് എനിക്ക് 2 മക്കളാണുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസമൊന്നും പറ്റത്തില്ല, പക്ഷേ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാരമാണെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മളെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെല്ലാം പോയി കുമ്പസാരിക്കാറുണ്ട്, ക്ഷമ പറയാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 91:10 വാക്യങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പരിശുദ്ധ അമ്മയുടെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്റ്റെഫി സോബി വെള്ളയാംകുടി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളത്തിന് വ്യക്തമായിരുന്നു, ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലാതെ കൊണ്ടാണ് ഈ മകളെടുക്കുക. എന്നാൽ തുടർന്ന് ഉടമ്പടിയോട് ജീവിച്ചു തുടങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ കൂടുതലായിട്ട് അടുപ്പിക്കുക. കാരണം 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരു വലിയ റിസ്ക് ഫാക്ടറുള്ള ഒരു അമ്മയായിട്ടാണ് നിൽക്കുക. കാരണം കുഞ്ഞിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡൗൺ സിൻഡ്രോം എന്ന പോരായ്മകൾ, അതോടൊപ്പം തന്നെ 800-ൽ 1 എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഉടമ്പടിയോട് ചേർന്ന് കൊണ്ട് കടന്നു പോകുമ്പോൾ അത് 250-ൽ 1 മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ ഒരു പ്രഗ്നൻസി സമയത്ത് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ വലിയൊരു അടയാളവും സംരക്ഷണവും. കാരണം കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ അനുദിനം വ്യത്യസ്തങ്ങളായ ഡോക്ടർമാരെയാണ് കണ്ടുമുട്ടുക. എന്നാൽ ഇവിടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയോടും അമ്മയോടും ചേർന്നുകൊണ്ട് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ തന്നെ ഈ അമ്മയെ കാണിക്കുവാനും
അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരടയാളത്തിലൂടെ തന്നെ ഈ മകൾക്ക് ഒരു കൃപാസന പത്രത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ കാട്ടിക്കൊണ്ട് ഈ കുഞ്ഞിന് ജന്മം നൽകാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കൃപാമറിയമെന്ന പേര് നൽകിക്കൊണ്ട് ഈ മകൾക്ക് പേര് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ കുഞ്ഞിനെ ഒരു കുഴപ്പവും യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ മാതാവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം പല ഡോക്ടർമാരും പറയുന്നുണ്ടായി അബോർഷൻ ചെയ്യണമെന്ന്. കാരണം ഇപ്രകാരം പരിശുദ്ധ അമ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അമ്മയോട് ഈ കുടുംബം ചേർന്ന് നിന്നത്. അത് പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് ഈ കുഞ്ഞുമകളെ തിരിച്ചു നൽകുകയും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് ഒരു ഭവനം വേണമെന്നുള്ളൊരാഗ്രഹം അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് ദൈവിക സാന്നിധ്യമുള്ള ഒരു ഭവനമായിട്ടും ദേവാലയത്തിൽ നടന്നു തന്നെയാണെങ്കിലും ഒരു ദൈവിക അനുഭവത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു നല്ല ഭവനത്തെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടുതൽ വിശ്വാസത്തോട് വളരുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.